ഇവരാണ് നമ്മുടെ മുള്ളാമാര്, ക്ലർജ്, ഉലമ. ഈ പറയുന്ന കൂടുതൽ വസ്ത്രം ധരിച്ചിരിക്കുന്നു ഇവർ. 1-2 തോർത്തൊക്കെ എക്സ്ട്രാ ആയിട്ടുണ്ടാവും. ഇവരാണ് ലോകത്ത് ഈ നമ്മുടെ കാൾ സാഗനേക്കാൾ വലിയ വിവരമുള്ളവരാണ്. കാൾ സാഗനും ഈ നിയമമൊക്കെ ഒരേപോലെയാണ്. കാൾ സാഗനും സ്റ്റീഫൻ ഹോക്കിങ്ങിനും അല്ലെന്നുണ്ടെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്കോ അല്ലെ ഓണ്ടർപ്രന്യൂഴ്സിനോ ഇവർക്കെല്ലാം ഒരേ നിയമമാണ്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ഇവരെ നിയമത്തിന് അതീതമാണ്. അങ്ങനെയാണ് ഇസ്ലാം. ഇത് പ്യുവർ ഇസ്ലാം ഇത് തന്നെയാണ്. അല്ലാതെ ഇവിടത്തെ കണക്ക് വെള്ളമൊഴിച്ച് നാശകോശമാക്കിയ ഇസ്ലാം അല്ല. If the foundation interpretation of the system is based on absolute submission without a room for dissent, unfiltered part, it naturally delivers or gives to the legal code that treats citizens property. ഇത് ഈ നിയമത്തില് പല സ്ഥലങ്ങളിലും ഓണേഴ്സ്, അതുപോലെ തന്നെ സ്ലേവ്സ്, ഫ്രീ മെൻ, അതായത് സ്വതന്ത്ര മനുഷ്യർ, അടിമകൾ, ഉടമകൾ എന്നൊക്കെയുള്ള വാക്കുകൾ ഈ 119 ആർട്ടിക്കിളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. നമുക്ക് ആർട്ടിക്കിൾ 17 പ്രകാരം അയിത്തോച്ചാടനം, പിന്നെ അതുപോലെ അടിമത്തം എല്ലാം നമ്മൾ നിരോധിച്ചതാണ്. പല പല രീതിയിലും നമ്മൾ നിയമിച്ച നിയമപരമായിട്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റത്തില്ല. ലോകത്ത് അവസാനം സൗദി അറേബ്യയൊക്കെ ആയിരുന്നു. 60കളിലാണ് സൗദി അറേബ്യ. ഇപ്പോഴും മൗറിറ്റാനിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യത്ത് മാത്രമാണ്. അത് നിർത്തിയോന്ന് എനിക്കറിയില്ല, പക്ഷെ അടുത്തിടെ വരെ അത് ഉണ്ടായിരുന്നു. അപ്പം അടിമത്തം ലോകത്ത് ഏതാണ്ട് ഇല്ല. അടിമത്തം വളരെ മനുഷ്യത്വഹീനമാണ് എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ മനുഷ്യൻ ആസ് എ സ്പീഷീസ് തള്ളിയ ഒരു സാധനമാണ് ഇവിടെ ലീഗലൈസ് ചെയ്തുകൊണ്ട് വരുന്നത്. ലെജിറ്റിമൈസ് ചെയ്തുകൊണ്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അടിമകൾ എന്ന് തന്നെ എഴുതിയിരിക്കുക, ഫ്രീ മനുഷ്യർ എന്ന് എഴുതിയിരിക്കുക. ഇത് മുഹമ്മദിന്റെ നിയമമാണ്. മുഹമ്മദിന്റെ ഖുറാനകത്ത് എല്ലാം പറയുന്നുണ്ട് അടിമകൾക്ക് എന്ത് ശിക്ഷ, അടിമകളാണെങ്കിൽ എന്ത് വേണം, അടിമകൾക്ക് പഞ്ചസാര കൂടാമോ അല്ലെങ്കിൽ അവർക്ക് തേയില കൂടാമോ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള എന്താ പറയുന്ന അനുവാദങ്ങൾ, ശിക്ഷകൾ ഒക്കെയാണ് അതിനകത്ത് ഈ മൊത്തം. വളരെ രസകരമായ കാര്യം അത് തന്നെയാണ് ഇവരുടെ ഇതിനകത്തുള്ളത്. പക്ഷെ ഇവർ 21-ാം നൂറ്റാണ്ടിലെ കാൽഭാഗം കഴിഞ്ഞവരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ അടിമ മതമാണ്. അള്ളാഹുവിന്റെ അടിമകൾ, അള്ളാഹിന്റെ അബ്ദു, അടിമ എന്നാണ് പറയുന്നത്, അബ്ദുള്ള. അപ്പം അടിമത്തത്തിൽ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞ് സ്വന്തം തന്തയുടെ വരെ തലവെട്ടാം എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അടിമത്വം ആഘോഷമാക്കുന്ന, അത് എന്താണ് അടിമത്വമാക്കുന്നത്? ശരീരമല്ല. ശരീരം അടിമത്വമാക്കാൻ അങ്ങനെ അത് എടുത്തുകൊണ്ട് പോകാൻ ആളൊന്നുമില്ല. മറിച്ച് ചിന്ത, അവന്റെ മസ്തിഷ്കം, അത് തന്നെയാണ് അടിമത്വം. ഒരാളുടെ മസ്തിഷ്കം അടിമപ്പെടുത്തി കഴിഞ്ഞാൽ that person is very dangerous to other people, extremely dangerous. അതാണ് ഇതിന്റെ പ്രശ്നം.